ഹലോ നമസ്കാരം. നമ്മൾ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്യാപ്ചർ ലൊക്കേഷൻ ഇത്ര ദിവസമായിട്ട് പ്രസൻറ്റിലായിരുന്നു. സ്മാർട്ടിൽ ക്യാപ്ചർ ലൊക്കേഷൻ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ന്യൂ ബിൽഡിംഗ് പെർമിറ്റ് സെൽഫ് സർട്ടിഫൈഡ് ആണ്. ഏത് വേണമെങ്കിലും ചെയ്യാം. ജനറൽ എടുക്കാം, സെൽഫ് എടുക്കാം, ഇമ്പോർട്ട് പെർമിറ്റ് എടുക്കാം, ഏതിലും ക്യാപ്ചർ ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മളൊരു സെൽഫ് സർട്ടിഫിക്കേഷൻ പെർമിറ്റിൻ്റെ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് പ്രോജക്റ്റ് ഡീറ്റെയിൽസ് അടിക്കണം, പ്രൊസീഡിയർ അടിക്കണം, അടുത്ത ലോക്കൽ ബോഡി ഡീറ്റെയിൽസ് അടിക്കണം. എന്നാൽ മാത്രമാണ് അടുത്ത സ്റ്റേജിലേക്ക് പോവുള്ളൂ, അതായത് ക്യാപ്ചർ ലൊക്കേഷൻ ഓൺ ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ക്യാപ്ചർ ലൊക്കേഷൻ്റെ. അപ്പോൾ ഇതിൽ ഡ്രോ പ്ലോട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഓൾറെഡി നെയിമും പ്രൊപ്പോസൽ ബിൽഡിംഗ് ഹൈറ്റും ചോദിക്കും. അപ്പോൾ നമ്മളൊരു ഹൈറ്റ് കൊടുക്കുക ക്യാപ്ചർ ലൊക്കേഷൻ്റെ. അപ്പോൾ ഇതിൽ ഡ്രോ പ്ലോട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഓൾറെഡി നെയിമും പ്രൊപ്പോസൽ ബിൽഡിംഗ് ഹൈറ്റും ചോദിക്കും. അപ്പോൾ നമ്മളൊരു ഹൈറ്റ് കൊടുക്കുക 6.65 കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ പ്ലീസ് ഡ്രോ ദി പ്ലോട്ട് ആൻഡ് സബ്മിറ്റ് എന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഷോർട്ട് അടിക്കുകയാണ്. നിങ്ങൾ പ്ലേസ് എവിടെയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ക്ലയൻറ്റിൻ്റെ പ്ലേസ് എവിടെയാണോ അത് അടിക്കുക. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വരുന്നതായിരിക്കണം സ്ഥലം. എന്നിട്ട് നിങ്ങളെ ലൊക്കേഷൻ വരുന്നതായിരിക്കണം സ്ഥലം. എന്നിട്ട് നിങ്ങളെ പ്ലോട്ട് എവിടെയാണെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. എൻ്റെ പ്ലോട്ട് എവിടെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 5 സെൻറ്റാന്ന് വിചാരിക്കുക, 202 m². അത് ഞാനിവിടെ ഇങ്ങനെ വരച്ചു കൊടുത്തു. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അവസാനം ഒരു ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്ലോട്ട് ആയിട്ടുണ്ടാവും, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് സബ്മിഷൻ കൊടുക്കുക. അപ്പോൾ നമ്മളെ പ്ലോട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ 187. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്ലോട്ട് ആയിട്ടുണ്ടാവും, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് സബ്മിഷൻ കൊടുക്കുക. അപ്പോൾ നമ്മളെ പ്ലോട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ 187.37 നമുക്ക് 202 വേണ്ടത്. അപ്പോൾ ഒന്നുകൂടി ഇതിനൊന്ന് എഡിറ്റ് ചെയ്തിട്ടൊന്ന് 197 നമുക്കൊരു 200 അടുത്തേക്ക് വേണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യുക. എന്നിട്ട് ഹൈറ്റ് 6.65 കൊടുക്കുക, എന്നിട്ട് സബ്മിഷൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ 187.37 അത് എക്സ്പാൻഡ് ആയിട്ടില്ല. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എത്ര സെൻറ്റാണോ അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അത് ഓൾറെഡി അത് അപ്ഡേഷൻ നടക്കുന്നുണ്ടാണ്. അത് നമ്മുടെ m², അതായത് ഇൻക്രീസ്